ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, എം ഡി ആൻഡ് CEO ഓഫ് ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ചൈനീസ് മാർക്കറ്റുകൾ വളരെ വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ജാപ്പനീസ് മാർക്കറ്റ് ഹോളിഡേക്ക് ശേഷം ഇന്നാണ് ന്യൂ ഇയറിൽ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ജാപ്പനീസ് മാർക്കറ്റുകളും ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ അമേരിക്കൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ വീണ്ടും ഇന്നലെ അമേരിക്കൻ മാർക്കറ്റ് വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പൊതുവേ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് അമേരിക്കൻ മാർക്കറ്റുകളിൽ. വേറെ നെഗറ്റീവ് ന്യൂസ് ഫ്ലോസ് ഒന്നും തന്നെ അമേരിക്കൻ മാർക്കറ്റുകളിലില്ല. ഡൗ ജോൺസ് 284.85 പോയിന്റ് വീക്കായിട്ട്, S&P 38 പോയിന്റ് വീക്കായിട്ടും, നാസ്ഡാക്ക് 173.73 പോയിന്റ് വീക്കായിട്ടും, അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് റസൽ 2000 58.75 പോയിന്റ് വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടത്. വൊളാറ്റിലിറ്റി ഇൻഡെക്സ് S&P 500 വിക്സ് നോക്കുകയാണെങ്കിൽ 14.04 ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്ലൈറ്റ് വൊളാറ്റിലിറ്റിനെ തന്നെയാണ്. യൂറോപ്യൻ മാർക്കറ്റ് വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഏഷ്യൻ മാർക്കറ്റുകൾ ഇന്നലെ വീക്കായിരുന്നു, നമ്മളും ഇന്നലെ വീക്കായിരുന്നു. അതുപോലെ തന്നെ ഗോൾഡും ഇന്നലെ വീക്കായിരുന്നു. $242.8 പെർ ഔൺസിനാണ് ഫെബ്രുവരി ഫ്യൂച്ചേഴ്സ് ക്ലോസ് ചെയ്തത് ഇന്നലെ. ഇന്ന് മോർണിംഗിൽ പക്ഷേ $252 പെർ ഔൺസിനാണ് മോർണിംഗിൽ ഫെബ്രുവരി ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ ഇന്നലെ ബെറ്റർ ആയിരുന്നു. $78.44 പെർ ബാരലിനാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് മോർണിംഗിൽ $78.53 പെർ ബാരലിനാണ് ട്രേഡ് ചെയ്യുന്നത്. മെറ്റൽ ഫ്യൂച്ചേഴ്സ് പൊതുവെ ഫ്ലാറ്റ് ആയിരുന്നു. ഇന്ന് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് ഏഷ്യൻ മാർക്കറ്റിൽ ജാപ്പനീസ് മാർക്കറ്റ് ഈ വർഷം ആദ്യമായിട്ടാണ് ട്രേഡിങ്ങിന് ഓപ്പൺ ചെയ്യുന്നത്. ന്യൂ ഇയർ തൊട്ട് ഇന്നലെ വരെ ഹോളിഡേ ആയിരുന്നു. സ്ലൈറ്റ്ലി വീക്കായിട്ട് അറൗണ്ട് 1% വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ മേജർ ഇവൻ്റായിരുന്ന അഡാനി ഹിൻഡൻബർഗ് സുപ്രീം കോടതി വെർഡിക്റ്റ് ആയിരുന്നു. വളരെ ഫേവറബിളാണ് അഡാനി ഗ്രൂപ്പിനും അതുപോലെ തന്നെ സെബി പോലുള്ള റെഗുലേറ്റേഴ്സിനൊക്കെ. സുപ്രീം കോടതി വളരെ വൈസായിട്ടുള്ള ജഡ്ജ്മെൻ്റാണ്. ഒപ്പം ഹിൻഡൻബർഗിൻ്റെ ഷോർട്ട് സെല്ലിങ്ങിൽ കൂടെ ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിന് നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കൂടി അന്വേഷിക്കണമെന്നൊരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ഇതും മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഗുജറാത്ത് വൈബ്രൻറ്റ് സമ്മിറ്റിനോടനുബന്ധിച്ച് ടോറാൻ പവർ വലിയ രീതിയിലുള്ള MOU ആണ് ഗുജറാത്ത് ഗവൺമെൻറ്റായിട്ട് സൈൻ ചെയ്തിട്ടുള്ളത്. 47,350 കോടി രൂപ MOU ആണ് സൈൻ ചെയ്തിട്ടുള്ളത്. സോളാർ പവർ തൊട്ട് ഗ്രീൻ ഹൈഡ്രജൻ വരെയുള്ള പ്രൊജക്റ്റുകൾക്കാണ്. ടോറൻ പവറിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ പവർ ഗ്രിഡ് 15,000 കോടി രൂപ MOU സൈൻ ചെയ്ത്. ഗുജറാത്ത് ഇൻഡസ്ട്രിയൽ പവർ ലിമിറ്റഡ് 8,000 കോടി രൂപ MOU സൈൻ ചെയ്തിട്ടുണ്ട്. ഒപ്പം NTPCയും വലിയ MOU ആണ് സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ന്യൂസുകളിലെല്ലാം തന്നെ പവർ സെക്ടർ രംഗത്തുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. വേദാന്ത ലിമിറ്റഡ് അവരുടെ ബോണ്ട് ഹോൾഡേഴ്സ് റീസ്ട്രക്ചറിങ്ങിന് അലവ് ചെയ്തിരിക്കുകയാണ്. 97% ബോണ്ട് ഹോൾഡേഴ്സും സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. വേദാന്തനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഒപ്പം Q3 വേദാന്തര അലുമിനിയം പ്രൊഡക്ഷനും 6% ബെറ്ററാണ്. പൊതുവെ അത് പോസിറ്റീവ് ന്യൂസാണ്. ജിയോ ഫൈനാൻഷ്യൽ സർവീസ് ബ്ലാക്ക് റോക്കിൻ്റെ ഒരു ജോയിൻ്റ് ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു സെബിയിലെ മ്യൂച്വൽ ഫണ്ട് ലൈസൻസിന് AMCക്ക് വേണ്ടിയിട്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് അതിൻ്റെ അലോട്ട്മെൻ്റ് ആവുമെന്നാണ് പറയുന്നത്. ജിയോ ഫൈനാൻഷ്യൽ സർവീസ് ഒരു ഡിസറപ്റ്റർ ആയിട്ടാണ് ഈ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രീസിനെ കാണുന്നത്. തീർച്ചയായിട്ടും ഇത് പോസിറ്റീവ് ന്യൂസാണ് ജിയോ ഫൈനാൻഷ്യൽ സർവീസസിനെ സംബന്ധിച്ച്. ബജാജ് ഓട്ടോ ബൈബാക്ക് അനൗൺസ് ചെയ്യാണ്. ജാനുവരി 8 ബൈബാക്ക്. ഈ പ്രാവശ്യത്തെ ബൈബാക്ക് വലിയ എമൗണ്ടിനായിരിക്കും എന്നാണ് പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ ബൈബാക്ക് 4,600 രൂപ പെർ ഷെയർ ആയിരുന്നു. ഈ വർഷം അറൗണ്ട് 7,000 റുപ്പീസിന് മുകളിലായിരിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. തീർച്ചയായിട്ടും ബജാജ് ഓട്ടോനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഒപ്പം ബജാജ് ഓട്ടോയുടെ പെർഫോമൻസും ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആണ് 2 വീലർ 3 വീലർ സെഗ്മെൻറ്റ് ഓട്ടോമൊബൈലിൽ. തീർച്ചയായിട്ടും ബജാജ് ഓട്ടോ ലോങ് ടൈമിൽ വീണ്ടും വലിയ രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കും കൂടിയാണ്. ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ Q3 ഡെപ്പോസിറ്റ് ഗ്രോത്തും അതുപോലെ തന്നെ ഡിസ്ബേഴ്സ്മെൻ്റൊക്കെ വളരെ എക്സലൻ്റ് ആണ്. കറണ്ട് ലെവലിൽ നിന്ന് ഒരു പക്ഷേ മുന്നേറാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക്. IEXൻ്റെ Q3 പെർഫോമൻസും ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആണ്. ഇനി ടെക്നോളജി സ്റ്റോക്കുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ പോസിറ്റീവ് ന്യൂസാണ് അമേരിക്കയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിലെ ചീഫ് ഇൻഫർമേഷൻ ഓഫീസേഴ്സിൻ്റെ സർവേയിൽ പറയുന്നത് 2024 വലിയ രീതിയിൽ ടെക്നോളജി സ്പെൻഡിങ് കൂടുമെന്നുള്ള രീതിയിലാണ്. ഒപ്പം JP മോർഗൻ അടക്കമുള്ള ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യൻ IT സ്റ്റോക്കുകളെ ഓവർ വെയ്റ്റ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്.
ആണ്. ഒപ്പം പ്രൈസ് ടാർഗറ്റ് ടാറ്റ മോട്ടോഴ്സിൻ്റെയും അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. 925 രൂപ പെർ ഷെയർ ആയിട്ട് ടാറ്റ മോട്ടോഴ്സിനെ അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. പൊതുവെ വിപ്രോ, ഇൻഫോസിൽ, LNT ടെക്നോളജി സർവീസസ്, അതുപോലെ തന്നെ HCL ടെക്, TCS, പേഴ്സിസ്റ്റൻറ്റ് സിസ്റ്റംസ്, എംഫാസിസ് ലിമിറ്റഡ്, LNT മൈൻട്രി, ഇതിനൊക്കെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. ഇനി ആംബർ എൻ്റർപ്രൈസസ് ഒരു കമ്പനി അക്യൂർ ചെയ്തിട്ടുണ്ട്. അസൻ സർക്യൂട്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. എക്സലൻ്റ് അക്വിസിഷനാണ്. ആംബറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും റെയിൽവേയിൽ, അതുപോലെ തന്നെ ട്രക്കുകളിൽ, അതുപോലെ തന്നെ ധാരാളം AC സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയും കൂടിയാണ് ആംബർ. അതോടൊപ്പം തന്നെ ധാരാളം ഇലക്ട്രോണിക്സ് കോൺട്രാക്ട് മാനുഫാക്ചറിങ്ങും ഉണ്ട്. B2B ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് രംഗത്തുള്ളൊരു കമ്പനിയാണ്. ആംബറിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. സൂര്യ റോഷനിക്ക് 72 കോടി രൂപ ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഒഡീസ അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിൽ നിന്നാണ്. LED ലൈറ്റിങ്ങിനാണ്. അമരരാജ എനർജിയുടെ റിന്യൂവബിൾ എനർജി പ്രൊജക്റ്റിന് തെലങ്കാന ഗവൺമെൻറ് വലിയ സപ്പോർട്ടാണ് കൊടുക്കുന്നത്. അമരരാജനെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. RVNL അതുപോലെ തന്നെ REC ലിമിറ്റഡ് 35,000 കോടി രൂപ ഫിനാൻസിങ് MOU സൈൻ ചെയ്തിട്ടുണ്ട്. ഭാവിയിൽ വരുന്ന പ്രോജക്റ്റുകൾക്കൊക്കെ ഫണ്ടിങ്ങിന് വേണ്ടിയാണ്. RVNLനെ സംബന്ധിച്ചും അതുപോലെ തന്നെ RECനെ സംബന്ധിച്ചും പോസിറ്റീവാണ്. എക്സ്പ്ലോറേഷൻ ഓപ്ഷൻ, ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡ് ഓപ്ഷൻ ഉണ്ടായിരുന്ന 10 ബ്ലോക്കുകളിൽ 7 കിട്ടിയിരിക്കുന്ന ONGCക്കാണ്. ONGCനെ സംബന്ധിച്ചും സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. ഇതൊക്കെയാണ് നോർമലി ഇന്നത്തെ മാർക്കറ്റ് ന്യൂസുകൾ. തീർച്ചയായിട്ടും ഇന്നലെ അഡാനി ഗ്രൂപ്പിൻ്റെ അഡാനി ഹിൻഡൻബർഗ് സുപ്രീം കോടതി വിധിക്ക് ശേഷം അഡാനി ഗ്രൂപ്പിൽ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റേഴ്സ് ഇൻട്രസ്റ്റ് കാണാനുള്ള സാധ്യതകളുണ്ട് വരും ദിവസങ്ങളിൽ. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടും അതുപോലെ തന്നെ ന്യൂസ് ഫ്ലോസിനനുസരിച്ചും അഡാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികൾ മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യതകളാണ് പൊതുവേ കാണുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ നിന്നൊരു ലാക്ക്ലസ്റ്റർ സെൻറ്റിമെൻ്റ് ആണ് നമ്മൾ ഏഷ്യൻ മാർക്കറ്റൊക്കെ നോക്കുകയാണെങ്കിൽ കാണുന്നത്. ഒപ്പം ഹയർ ലെവലിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള സാധ്യതകളും കൂടുതലാണ്. പക്ഷേ ഇന്ന് വലിയ രീതിയിലുള്ള ഡൗൺവേർഡ് ട്രെൻഡ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. മറിച്ച് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള അപ്പ് മൂവ് ഉണ്ടാവും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ്. അപ്പോൾ എല്ലാവരും വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക. വൊളാറ്റിലിറ്റി മാർക്കറ്റിലുണ്ടാവും. പക്ഷേ ഇന്നലത്തെ നമ്മുടെ NSE ഇന്ത്യ വിക്സ് നോക്കുകയാണെങ്കിൽ വിക്സ് താഴെ വന്നിരിക്കുകയാണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പൊതുവെ ഒരു സ്റ്റേബിൾ ട്രെൻഡിനെയാണ്. 14.58 ഇന്നലെ വിക്സ് താഴെ വന്നിട്ടുള്ള 14.1 അപ്പോൾ ഇത് സ്ലൈറ്റ്ലി പോസിറ്റീവാണ് മാർക്കറ്റിനെ സംബന്ധിച്ച്. എന്നിരുന്നാലും ഗ്ലോബൽ മാർക്കറ്റ് വൊളാറ്റിലിറ്റിക്ക് അനുസരിച്ച് നമുക്കും എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാം വളരെ കോഷ്യസ് ആയിട്ട് ട്രേഡ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.